കിട്ടിയാ അമ്മ വേപ്പലേന്റെ പുഴുവിനെ അന്വേഷിച്ചിടക്കായിരുന്നു. ആയുർവേദ ഗുളി കഴിക്കുമ്പോ പെഗൊന്നും അടിക്കാൻ കഴിയില്ലേ? അതങ്ങനെയുണ്ട്. പത്തിയാണ്. പത്തി കഴിച്ചിട്ട് കാണാട്ടോ ഇനിന്ന്. ഇത് കഴിച്ചിട്ട് ഇതേ കാണുന്നുണ്ട് നിങ്ങള്. അയ്യോ ഈ വീഡിയോയില് അത് കാണുന്നുണ്ട്. അധികൃതരെങ്ങനെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒപ്പിച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. നല്ല സ്മെല്ലുമാണ് ആ വെള്ളം. അടിച്ചു മാറ്റുന്നുണ്ട്. ഞാൻ വെറുതെ എടുത്തു. എല്ലാവരും കൂടിയുള്ള വീഡിയോസ് മിസ് ചെയ്യുന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് പരിഗണിച്ചുകൊണ്ട് ഞാൻ കുറച്ച് പേരെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. വേറെ ആരില്ല, എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ആണ്. അപ്പോൾ അവരെന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ട്. നവിയപ്പോൾ മലയിട്ടാനൊക്കെ പോയി വന്നിട്ട് കിടന്നുറങ്ങിയാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് എന്തായാലും അടുക്കളയിലിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും വരുന്നുണ്ട് എന്ന്. അപ്പോൾ അച്ഛൻ വരുന്നത് എന്താ വെച്ചാൽ കാലൊക്കെ ഒന്ന് കാണിക്കാനുണ്ട്. അപ്പം അച്ഛൻ്റെ കാലിൻ്റെയൊക്കെ എന്തായെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. രാവിലെ ചോറും കറിയോ എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. രാവിലത്തെ ചായകുടി പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് വൈദ്യരെ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും ആ സമയമാകുമ്പം എല്ലാ പരിപാടിയും കഴിച്ചാലേ ശരിയായില്ലോ. അപ്പോഴേക്കും അച്ഛൻ എന്തായാലും നമ്മളെ ചോറിൽ ഉപ്പിടണം കേട്ടോ. അത് അച്ഛന് മസ്റ്റാണ്. അപ്പോൾ ഉപ്പില്ലെങ്കിൽ അച്ഛൻ കഴിക്കും. എന്നാലും നമ്മളായിട്ട് ഞാൻ അച്ഛനൊരു കുറവ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ചോറിൽ. ഞങ്ങൾ ഉപ്പിടലില്ല കേട്ടോ ചോറിൽ. അതിനിടയിൽ കൂടി ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമുളകും തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെമ്മീൻ എടുത്തിട്ട് ഞാൻ നന്നാക്കാനായിട്ട് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ട് ഞണ്ട് ഇന്ന് വരയിട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടാ. ഒരു കാല് അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് പണി തരാനായിട്ടില്ല, എന്നെ കടിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇതിനെനിക്ക് ഒടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. ഞാൻ കാല് ഒടിക്കാണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് വലിയൊരു പാതകം പാപം ചെയ്യുന്നെന്ന് പറയുന്നില്ലേ, അതുപോലെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കലാണ് സാധാരണ. തണുപ്പ് അങ്ങോട്ട് ജീവനുള്ള ഞണ്ടിന് തട്ടിക്കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് മരവിച്ച് ഇസും കെട്ടി ആവുമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് കാലൊക്കെ ഒടിച്ചെടുക്കാം. ഇന്ന് ഞാൻ പിന്നെ ഒരു കാലല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇട്ടതാണ്. അപ്പോൾ അതിനെ ഞാൻ തല്ലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മ ഇന്നലെ വിളിച്ചിട്ട് ഒരു സൂചന തന്നിരുന്നു വരുമെന്ന്. പിന്നെ അവരുടെ കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല, നേരം വെളുത്ത് കഴിയുമ്പോൾ മാറാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛന് അമ്മക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നത്തലും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഐറ്റം ഞാൻ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞണ്ടിൻ്റെ മുട്ട വേറെ, അതുപോലെ തന്നെ ഞണ്ട് ചെമ്മീനും കൂടി ഒന്നിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ കറക്കിയിട്ട് ഇനി ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് ഒന്ന് കറക്കി വിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മയും അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട്. ഇരിക്കണത് മരുന്നൊക്കെ ചാവിട്ടി അമർത്തി പോലും ഒന്ന് അതാ ചവിട്ടണ്ടിരുന്നതാണെന്ന് ചവിട്ടി അവരെ മറ്റേത് വെച്ചാ കെട്ടല്ല കെട്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ചവിട്ട് അച്ഛന് കാലിന് കിട്ടിയിട്ടാണ് വന്നത്. അറിഞ്ഞുകൊണ്ടാവാം ഇതിലൊരു ചവിട്ടിയതാണ്. കാരണം എന്ന് വെച്ചാൽ അത് താത്തിയിട്ട് ചവിട്ടി തന്നെ താത്തി വെക്കേണ്ടതായിരുന്നു പോലും. അപ്പോൾ ഫസ്റ്റ് അത് ഒരു അപാകത വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഇനിയിപ്പം മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മുബീന് എത്തിയിട്ടുണ്ട്. കാല് വേദന അങ്ങ് പോയാ മതി. വേദനയില്ല, പക്ഷെ നേരത്തെ എണീറ്റുമ്പോ ഒരു എണീറ്റിട്ട് ചവിട്ടുമ്പോഴും അങ്ങനെ ഇല്ലാലും നമുക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. കണ്ട സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല എന്നാണ് അച്ഛൻ പറയണത്. അപ്പം അച്ഛനൊന്ന് സ്പീഡിൽ പോയിപ്പിക്കണമല്ലോ എന്തായാലും നമുക്ക്. അച്ഛനിങ്ങനെ സ്ലോയിൽ പോകുന്നത് നമുക്കൊരു വിഷമല്ലേ. അപ്പം അതിനുള്ളൊരു ശ്രമത്തിലാണ്. രണ്ടുനേരം വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരേ ഒന്നെങ്കിലും വെച്ച് പിന്നെ ആയുർവേദ ഗുളി കഴിക്കുമ്പോ പെഗൊന്നും അടിക്കാൻ കഴിയില്ലേ? അതങ്ങനെയുണ്ട്. പത്തിയാണ് പത്യം. ഇപ്പൊ പറഞ്ഞുള്ളൂ കാല് പോയാലും വേണ്ടിയില്ല, കാല് പോയാലും വേണ്ടില്ല, പെഗടിക്കാണ്ട് നിൽക്കൂല. അയ്യോ എന്റെ ദൈവമേ, അച്ഛനൊരു ലേശൊക്കെ അടിക്കണോന്ന്. എന്താ ചെയ്യാ, ഇതിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇങ്ങനെയുള്ളത്. അന്നേ ഒരു ചവിട്ട് കൊടുത്താൽ മതിയായിരുന്നു. സബി വൈദ്യര് ഒരു ചവിട്ടി വെച്ചെങ്കിൽ ശരിയായി പോയാനെ. അതന്നെ അതാണ് പറ്റിയത്. ഞാനത് അമർത്തി തള്ളി നേരത്തെ തന്നെ വെച്ചാണ്. അന്നേ പൊന്തിയെന്നുള്ളത് പൊന്തിയപ്പോ തന്നെ ഞാൻ തള്ളിയിടുകയും ചെയ്താണ്. പക്ഷെ പിന്നെ എന്റെ കൈ വിട്ട് കെട്ടിയപ്പോ പിന്നെ അത് വീണ്ടും അത് എന്നും കൈ പിടിച്ചിരിക്കാൻ കഴിയില്ല, കെട്ടണ്ട എന്തായാലും. മടൽ വെച്ച് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മടൽ അത് വെച്ച് കെട്ടിയിട്ട് നിന്നിട്ടൊന്നുമില്ലല്ലോ.
ആദ്യത്തെ വൈദ്യര് മടൽ അത് വെച്ച് കെട്ടിത്തന്ന്, പക്ഷെ അത് നിന്നില്ല. പിന്നെ അച്ഛൻ്റെ അഴിക്കലും അച്ഛൻ്റെ മരുന്നിടലും, അച്ഛൻ്റെ അഴിക്കലും അച്ഛൻ്റെ മരുന്നിടലും. പല ഓയിൽമെന്റ് ഇടും, ഇംഗ്ലീഷ് മരുന്നിടും, അതുപോലെ തന്നെ ആയുർവേദം ഇടും. അപാകതകൾ അച്ഛൻ്റെ അടുത്തും ഉണ്ട്. അപാകതകൾ നമ്മൾ എത്ര പ്രാവശ്യമായി പറയുന്ന ആദ്യം ഒന്ന് വാ എന്നിട്ട് വരൂല. അപ്പൊ ചോറെടുക്കട്ടെ? ചോറെടുക്കട്ടെ അമ്മേ, ചോറെടുക്കട്ടെ? അച്ഛന്റെ ടൈം ആയിട്ടുണ്ട്. ഞാൻ ഏട്ടക്കറി ഇന്നലെ വെച്ചതാണ്. ഏട്ടക്കറിയിൽ ലേശം തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ലൂസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റല്ല, ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കാം. അത് അതായിപ്പ ആദ്യപ്രതിയായി ഒരു പൊക്ക അവിടെ ഉണ്ടാവും അച്ഛൻ എന്തായാലും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് നോക്കുന്നുണ്ട്. ആ കാല് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അല്ല, ഇത് അത് അപ്പുറത്തെ പോലെ ഇരിക്കണം. ഇത് അത് തന്നെ നല്ല ഭംഗിയുണ്ട് ആ കാല്. അയ്യോ, എന്താണെന്ന് എന്ത് ഇപ്പൊ തന്നെ എത്ര മാസമായി ഇത്? ദൈവമേ, ഞാൻ എല്ലാരോടും പറഞ്ഞ് ഇത് നമുക്ക് അഴിച്ചിട്ട് കാണാട്ടോ ഇനിന്ന്. ഇത് അഴിച്ചിട്ട് ഇതേ കാണുന്നുണ്ട് നിങ്ങള്, പക്ഷെ അഴിച്ചിട്ട് കാണാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് അഴിച്ചിട്ട് ഇതേ കണ്ടോ, പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശരിയായിട്ടില്ല. തടിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല തടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വെളുപ്പൊക്കെ ഉണ്ട് കാലിന്. ചുരുളൊക്കെ പോയി, ആ വരൾച്ചയൊക്കെ പോയി കാലിന്. പക്ഷെ ഒരു കാല് മാറ്റി വെക്കണം, ഒരു കാലിന് മാത്രമേ തടിയുള്ളൂ. കുടുംബം വെളുക്കും ഇങ്ങനെയാണെങ്കിൽ. വൈദ്യന്മാർക്ക് കൊടുക്കാനേ ഉണ്ടാവൂ ഇത് അല്ലേ? ബാ, ഏട്ടക്കറി വേണം, ചിക്കൻ പൊരിച്ചത് വേണം, ഞണ്ടും. ഇങ്ങനെ മലു ഇങ്ങനെ ഇതാ അമ്മ കാണിക്കുന്നല്ല കണ്ടുപഠിക്കുക. ആപത്ത് കാലത്ത് ഇങ്ങനെ ഇരിക്കാന്ന്. തൈരണ്ട് നട്ടോണ്ട് ഒരാൺ തൈ ഒരു പെൺ തൈവാ അച്ഛാ. വീഴ്ചയിൽ എന്ത് കിട്ടിന്നൊക്കെ പറയില്ലേ? ഇങ്ങനെ ഒരു പൊന്തം കിട്ടിയിട്ടുണ്ട് കാലിന് വീഴ്ചയില്. എല്ലാ അച്ഛൻ പറയുന്ന പോലെ പ്രേതം തട്ടിയിട്ടതാവൂല അച്ഛനെ. രണ്ടും കെട്ട നേരത്ത് പോയിട്ട് പ്രേതം തട്ടിയിട്ടതാവും. ശരിക്കും പ്രേതങ്ങളൊരു പാവങ്ങളായിരിക്കും, മനുഷ്യന്മാരായിരിക്കും കഴിക്കളെ പോയി തട്ടിയിടുന്നത്. മനുഷ്യന്മാരാണ്, സമയമില്ലാത്ത സമയത്ത് പോയിട്ട് ദുഷ്ടന്മാര് മനുഷ്യന്മാർ. അതന്നെ ദുഷ്ട പ്രേതങ്ങളെ തട്ടിയിട്ട് പ്രേതങ്ങളെ പോലെ പ്ലാസ്റ്റർ ഇട്ടടക്കെ ആയിരിക്കും. വെറുതെ പ്രേതങ്ങളെ പറയും. അമ്മ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ കയ്യോടെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഓവർ കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കേക്കും മാങ്ങയും മിച്ചറൊക്കെ ഉണ്ട്. എന്തായാലും 2 ദിവസത്തേക്കുള്ള സംഭവം എല്ലാം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 അമ്മമാരും ഞാനും കൂടി അത് ഓരോന്ന് വീതിച്ച് അങ്ങോട്ട് അടിച്ചു കിട്ടോ കയ്യോടെ ഫ്രഷായിട്ട്. അപ്പം അതിൻ്റെ രുചിയൊന്നും എന്തായാലും അറിയണമല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ എടുത്ത് സേഫായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. വേപ്പിൽ പുഴു, പക്ഷെ ഞാനെങ്ങനെ പരുതി കഴിഞ്ഞാൽ എനിക്ക് പുഴുവിനെ കിട്ടില്ല. ഞാൻ അന്വേഷിച്ച് ഇവിടെ അങ്ങനെയല്ല അന്വേഷിച്ചു, പക്ഷെ വേണ്ട ഇവിടെ നല്ല ഇല പോയിട്ടുണ്ട്. പുഴു തിന്നണേനത്, പുഴു തിന്നുന്നതാണ്. ഇത്ര ചിലപ്പം വന്ന് മുട്ടയിട്ട് വെക്കും. ഇവിടെ നിന്നൊരു വലിയ പുഴുവിനെ എനിക്ക് കിട്ടലുണ്ട്. ഞാൻ ഇതിനിടക്കെല്ലാം വെള്ളത്തിൽ ഇട്ട് കളഞ്ഞേനെ, പക്ഷെ ഇതിന് കിട്ടിയിട്ടില്ല. അതിനെ കത്തിച്ച് കളയണം. പൊടി പൊടി പുഴുക്കളൊക്കെ കിട്ടിയാ കണ്ടതേ. അതിപ്പോ 2 ദിവസം കഴിയുമ്പോ വലുതായില്ലേ, അതാണ് തിന്നണത്. ഇത് തന്നെ ചക്ക പോലെ പഴുത്ത് വലിയ നല്ല റോസ് കളറായിട്ട് വരും. ആവും എനിക്ക് കിട്ടലുണ്ട്. പരുതട്ടെ. കിട്ടിയാ അമ്മ വേപ്പല എൻ്റെ പുഴുവിനെ അന്വേഷിച്ചിടക്കായിരുന്നു. അമ്മ കിട്ടുന്നുണ്ട്. പറക്കിക്കളയാൻ ഞാനേ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല എനിക്ക്. ബാമേ ചോറ് കഴിക്കണ്ടേ? ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഓരോരോ പണിക്ക് നടക്കുകയാണ്. ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് വെറുതെ. നമ്മൾ ചിരട്ടയൊന്നെടുത്ത് പുറത്തിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ചിരട്ടകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, എല്ലാം നനഞ്ഞു പോയിട്ടേ. ചിരട്ടയെല്ലാം കിട്ടി ഇങ്ങനെ വെള്ളം നിൽക്കുമല്ലോ, അതും ഡേഞ്ചറാണല്ലോ. കിട്ടിയാ പുഴുവിനെ അങ്ങോട്ട് വീട്ടിൽ പോണാ?
അവിടത്തെ കൊണ്ടേ ആ വേപ്പലേമ്മ കൊണ്ടിടാ. ദൈവമേ, അടുപ്പിലിട്ട് പോകും അമ്മ. സൈക്കോണ അടുപ്പിലിട്ട് അമ്മ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞു അങ്ങനെ. അത്ര നല്ല പുഴുവല്ല അത്, നല്ല ഉപദ്രവിയാണ്. വാ, കറിയൊക്കെ ഇവിടെ ആയിട്ടതാ. ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ ഞണ്ട് വറുത്തരച്ച കറിയുണ്ട്. പിന്നെ നമ്മളെ എന്താ ക്യാരറ്റ് അലത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എന്തൊക്കെ ആക്കിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അച്ഛൻ കൂട്ടൽ ഇതായിരിക്കും കേട്ടോ, ഈ കറിയായിരിക്കും. ഇത് ഞാൻ ഇന്നലെ വെച്ച ഏട്ടക്കറിയാണ്. ഇത് നല്ല ഞാൻ ഇത് ഇന്നലത്തെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഇത്തിരി കൂടുമല്ല. എന്നിട്ട് ഇത് ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു ഞാൻ തൊഴിച്ച് ഇത്തിരി ചാറാക്കി വെറുതെ ഇങ്ങനെ കുറുക്കി വെച്ചിട്ട്, അച്ഛന് ചിലപ്പോൾ ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, ഇതേ കൂട്ടലുണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നോക്കാം എന്താ കൂട്ടുവാന്ന്. വീഡിയോ പണ്ടത്തെ സാരിയാണ്. പണ്ടത്തെ സാരി എന്തിനു എപ്പം മേടിച്ച സാരിയാന്ന് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. പിന്നെ ഇത് എന്നെ 9ാം മാസം കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അത് തന്നെ. ഓ, അതുമായിട്ട് ബന്ധമില്ല ഇത്. 9ാം മാസത്തിലല്ല, പിന്നെ 28 കൂട്ടണ സമയത്ത് അന്നേരം മേടിച്ച സാരിയാണ്. ഇപ്പോഴും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല സാരിക്ക്. വലിയതാ കസവൊക്കെ കണ്ട നല്ല. പക്ഷെ ഇത് എടുത്ത് കഴിയുമ്പോ അമ്മ നല്ല ഭംഗിയാ കാണാൻ വേണ്ടി. ഇതാ ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, അയ്യോ ഇത് വലിച്ചു വെച്ചതാ. ഇവിടെ ഇങ്ങനെതാ ഇങ്ങനെ ഉണ്ടാ ഈ സംഭവമൊക്കെ വേണം. പക്ഷെ അതൊക്കെ ഉള്ളിലോട്ടാക്കിയിട്ട് എൻ്റെ ഉള്ളിൽ എന്നാലും നല്ല ഭംഗിയുണ്ട്. നേരം നിന്നേ, കുറച്ച് നേരം എല്ലാരും പറയാ അമ്മ നല്ല ഭംഗിയുണ്ട്, സുന്ദരിയാണെന്ന് പറയാം. ചോറ് എടുക്കട്ടെ, ചോറ് നേടി എടുത്ത് വെച്ചേക്കണം. നന്ദുവിന്റെ വയസ്സാണ് ആ സാരിക്ക്. 12 വയസ്സല്ലേ? 13 വയസ്സായി. 13 വയസ്സ്. അപ്പൊ 13 വയസ്സായ അപ്പ സാരിക്ക് അല്ലേ? ഇനി അമ്മ ഒരു സെർച്ചിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ ഇപ്പം എൻ്റെ പുറകെ നിന്നിട്ട് മേലോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കണ്ടുപിടിച്ചു പിടിച്ചു. ഇതെല്ലാം അമ്മമാർക്കുള്ളതാണല്ലേ. പെമ്മക്കളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇതുപോലൊന്ന് എവിടെയെങ്കിലുമൊക്കെ മുക്കിനും മുന്നിൽ എന്തെങ്കിലും കൂടി കിടക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കൽ. അപ്പോൾ എന്തായാലും എല്ലാ അമ്മമാരും ഉത്തരവാദിത്തമാണോ ശരിക്കും പറഞ്ഞത്. എൻ്റെ അമ്മ അടുത്ത പരിപാടിക്ക് അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. അതാ അമ്മ കേൾക്കണം. അത് ഞാൻ അമ്മനോട് പറയാൻ എന്തുകൊണ്ടാന്നറിയോ, അമ്മക്ക് സങ്കടം വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാണ്ട്. അത് ആ ക്യാനില്ലേ, ലോഷൻ എടുത്ത് വെച്ച ക്യാന് അമ്മ നല്ല അടിപൊളിയായിട്ട് അത് നിറച്ചൊക്കെ വെച്ച് പോയതാണ് കേട്ടാ. എന്നിട്ട് ഞാൻ ആ കഥ എൻ്റെ അമ്മനോട് പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറഞ്ഞില്ല, അമ്മ കരഞ്ഞെങ്കിലും. എന്നിട്ട് പിന്നെ ലോഷൻ വലിയ കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ചതാണ്. ഇപ്പൊ ഈ ലോഷൻ ഞാൻ ഇങ്ങനെ പകർത്തി വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ചാല് ആ വലിയ ടാങ്കി അങ്ങ് പൊട്ടിപ്പോയി. എന്നിട്ട് അത് അങ്ങ് ഞാൻ നേരം വെളുക്കുമ്പോ എണീറ്റ് വന്നപ്പോ അമ്മ പറയുന്നത് ഇതെല്ലാം ഒരു അരക്കുപ്പിയോളം പോയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ആ ചവിട്ടിയും എല്ലാം എടുത്തിട്ട് അങ്ങനെ തന്നെ നനച്ച് വെച്ച് അതും കൊണ്ട് തന്നെ അലക്കി, ആ ചവിട്ടിയെല്ലാം അലക്കി അത് വെച്ചിട്ട് 2-3 ചവിട്ടിയെല്ലാം അലക്കി മുതലാക്കി. ഈ വലുത്തൊക്കെ വെറുതെ അച്ഛനിടണം. മതി മതി, അത്രേ വേണ്ടി. തിന്നൂല, ഉണ്ടാവില്ല. അമ്മ ഒരു പ്ലേറ്റിന്റെ അടുത്ത് നമുക്ക് ചോറ് എടുക്കട്ടെ. മീൻ കറി കഴിക്കണം നമുക്ക്. എനിക്ക് ആ ഒരു കറിനത്ര അവർക്ക് മതി. മീൻ കറി ഒന്നും വേണ്ട. കറിപ്പാത്രം ഇല്ലല്ലോ ഇങ്ങനത്തെ പരന്ന. എനിക്ക് പരന്ന പ്ലേറ്റ് ഇല്ല. എനിക്ക് ഇങ്ങനത്തെ അമ്മ കാല് പൊട്ടിക്കോ? അമ്മേ കാല് പൊട്ടിക്കോന്നാ ചോദിച്ചേ ഞാൻ. ആ പൊട്ടിക്കാം, പൊട്ടിക്കേണ്ടി വന്നാ ഞാൻ അത് പൊട്ടിക്കും. അമ്മ എടുത്തോ, കറി എടുത്തോ, ഇത് ഇപ്പക്ക്. ഓക്കെ വിട്ടോ, പിക്കാം. ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ വരണം. അങ്ങോട്ട് കുറവാണ്.
നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഉൾപ്പെടുത്തിയേക്കാം അല്ലേ? അതെ, നമുക്ക് ചെറിയ രീതി നമ്മളെ അയൽവക്കം അവര് പിന്നെ നമ്മൾ തീരെ പരിചയമില്ലാത്തതാണ്. എന്താണ് പറ്റിയത്? 500 രൂപ 1000 രൂപ ഒപ്പിച്ച് 500 രൂപ ചെലവായി. 500 രൂപ ഇത് വെറുതെ കിടക്കാനുണ്ട്. ഈ സാധനമില്ലേ, ഇത് ഞാൻ ഒഴിവാക്കിയിട്ടാണ്. ഇവിടെ നോക്കലില്ല. പിന്നെ ഒരു കളവ് തെളിയിക്കാൻ പോയി. ഇതിനകത്ത് 50 രൂപ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അമ്മേന്റെ പൈസ അച്ഛനടിച്ചു 10 രൂപ 1 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ പൈസ മുമ്പ് തുടങ്ങിയ എന്റെ പൈസയിൽ പോകണ്ട അടിച്ചു മാറ്റുന്നുണ്ട്. എനിക്ക് വളരെ അതിപ്പോ മനസ്സിലായി. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സത്യം മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിഖിലോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് വലയിട്ടുള്ള പൈസ ഉള്ളപ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വച്ചോട്ടാ, അച്ഛൻ്റെ അടുത്ത് ആ വാക്ക് ഒരു പാലിച്ചിട്ടുണ്ട്. നിഖി എടുക്കൂലേ? നിഖി അങ്ങനെ ചെയ്യുകയില്ല. അല്ല, അമ്മ അത് മുതലെടുത്ത് തോന്നണ്ട. എനിക്ക് സംശയം. അമ്മ അച്ഛന്റെ പേഴ്സ് അത് ഞാൻ പലിശ അടക്കണ മേടിക്കും. അല്ലേ എടുത്ത് വെച്ചോളാൻ പറഞ്ഞ എപ്പോഴും മേടിക്കാളാ. അമ്മ അച്ഛന്റെ പേഴ്സ് എടുത്തിട്ട് പരിശോധിക്കുന്ന എന്തിനാ? കഴിക്ക് ചോറെടുത്ത് ഞാനൊരാളുടെ സാധനം ഇത് വെറുതെ കിടന്ന ഇത്ര ദിവസം 10 വർഷം അത് വെറുതെ കിടക്കുന്നത്. എന്നിട്ട് നോക്കാം, ഇല്ല നിങ്ങളുടെ പൈസ ഉണ്ടായെന്ന് ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഇന്ന് പറയാണ് 500 രൂപ. എന്ത് കാര്യം എടുത്ത് നോക്കണ്ട. അമ്മ നോക്കി നാരായണ 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 നാരായണ. ഇത് അമ്മ പൊട്ടുന്നുണ്ട്. ചേട്ടേ ഓടിവാട്ടെ ഓടിവാട്ടെ. ഇതിപ്പോ ഒന്നും തീരൂലട്ടാ, ഇതിപ്പോ തീരൂല. അച്ഛനെന്റെ പ്രതീക്ഷകൾ തെറ്റിച്ച് ഞണ്ട് കറി എടുത്തിരിക്കുന്നു. നല്ല കണ്ടുകറി നല്ലതാണ്. നോക്കിയിട്ടില്ല. ഇപ്പൊ ഒരു കറി ഒഴിച്ചാലേ ഇഷ്ടപ്പെട്ടവന് അത് മാത്രം കഴിക്കും. അതാണ് ഇനിയിപ്പോ ഏട്ട കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഏട്ടാ കഴിച്ചോക്ക്, പറ്റിയെങ്കിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ അത് കഴിച്ചോ, ഏതും കഴിച്ചോ. ഇത് ഏട്ടക്കറി കഷ്ണം ഉണ്ടല്ലോ, എനിക്ക് കഷ്ണം. ഏട്ടക്ക് ക്ഷീണം പറ്റിയിട്ടാ. എല്ലാത്തിനും ക്ഷീണമാണ്. അല്ലെങ്കിൽ ഈ മഴ അത് വലിയ കഷ്ണമൊക്കെ ഇന്നലെ തീർന്ന് ക്ഷീണം. തടിച്ച കഷ്ണമൊക്കെ മരുമോനടിച്ച് ക്ഷീണമില്ലാത്ത ഏട്ട തട്ടി. നമുക്ക് അറിയിച്ചു തരാം. നമുക്ക് കാല് പൊട്ടിക്കാൻ കഴിയുന്നുണ്ടാ? കാല് പൊട്ടിക്കാൻ കഴിയുന്നുണ്ടാ ഞണ്ടിന്റെ? തന്നെ എന്നോട് പറഞ്ഞു 2 ആക്കുള്ള ചോറുണ്ടോന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു 2 ആക്കുള്ള ചോറുണ്ടാടി വരട്ടേടിന്ന്. ഞാൻ പറഞ്ഞു അപ്പൊ ധൈര്യമായിട്ട് പോരുന്ന് പറഞ്ഞു. ചേട്ടാ ചോദിച്ചത് എന്നോട്. യോവിൻ്റെ പ്രശ്നം പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു വാക്കുണ്ടായിരുന്നു, അതിനു വേണ്ടി ഇങ്ങോട്ട് ഓടിയതാട്ടോ. അമ്മയെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിലാണ് ഞങ്ങൾക്ക് ഇവിടെ വർഷത്തിൽ ഞങ്ങൾ ഈ ഓവിൻ്റെ പേരും പറഞ്ഞിട്ട് എപ്പോഴും ഇവിടെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അത് ഞങ്ങളുടെ ഒരു ന്യായമായ ഒരു ആവശ്യവും കൂടിയാണ്. പക്ഷേ ഞങ്ങൾക്കിത് പഞ്ചായത്ത് അനുവദിക്കുന്നില്ല. എന്താണ് അറിയില്ല. ഞങ്ങൾ ഈ ഓവിൻ്റെ പ്രശ്നമാണിത്. വേണ്ട ഇവിടെ നിന്ന് വരുന്ന ഈ വെള്ളം, ഈ കരി പോലത്തെ വെള്ളം ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. വേണ്ട ഈ കരി പോലത്തെ വെള്ളം ഞങ്ങളെ ഇതിലിങ്ങനെ പോകുന്നത്. ഇതിലേ ഒരു ഇത് അവിടെ അങ്ങോട്ടുള്ള ഒരു ഇതിൻ്റെ പേരിലാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഇതിലേ ഒരു സ്ലാവ് വാർത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പഞ്ചായത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനൊരു ഉപ്പുവെള്ളം കയറുന്നതിനും ഈ വെള്ളക്കെട്ടിൻ്റെ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ശാശ്വത പരിഹാരം ഇത് എല്ലാ വർഷവും നമ്മൾ മഴ പെയ്യുമ്പോൾ അതന്നെ എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ നമുക്കിതുപോലെ ഈ ഓവിൻ്റെ പ്രശ്നമാണ്. അവിടെ ഒരു തെങ്ങുണ്ട്, അത് മുറിക്കണതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഒരു വാക്ക്, അത് സാധാരണ ഉള്ള വാക്കാണ്. പക്ഷേങ്കിലും ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഇതുവരെ ഞങ്ങൾ ഈ ഓവനില്ല. അല്ലേ ഞങ്ങളെ സ്മെല്ല് കാറത്ത് നല്ല കരിക്കട്ട പോലത്തെ വെള്ളമാണ് ഇപ്പം ഈ വന്നത്. ഇത് സ്മെല്ലും വാട്ടർ സ്മെല്ലും എല്ലാമാണ്. ആൾക്കാർക്ക് എത്ര ബുദ്ധിമുട്ട് തന്നെയാന്ന് വേണ്ട. ഈ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ട. ഇതിപ്പോ അത് ഇതുപോലെയല്ല, വീടുകളിലൊക്കെ ഓരോ വീടുകളിൽ അങ്ങോട്ടുള്ള ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പിന്നെ ഇവിടെ ഇപ്പം ഇത്തിരി കുറവാണെന്ന് പറയാം.
നമുക്ക് ഉപ്പിൻ്റെ വെള്ളം ഇതാണ് അവിടെ കിടക്കണത്. അപ്പോൾ ഇതേണ്ട ഇതൊക്കെ ഞങ്ങളെ വേനൽക്കാലത്ത് ബാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ അകത്തുമുണ്ട്. ഉപ്പ് തള്ളിപ്പോയില്ലേ പൊടിഞ്ഞ്. ഇതിന് എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഒരു സ്ലാവെങ്കിലും വാർത്തിട്ട് ഇതിന് അതിൽ വെള്ളം പോകേണ്ട ഒരു സജ്ജീകരണം എന്തെങ്കിലും ഒരു സജ്ജീകരണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് എല്ലാവരും ഉന്നയിക്കണത്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങൾ പ്രശ്നമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ഛനൊക്കെ പോകണം. പോയിക്കോ നിങ്ങൾ പോയിക്കോ പറഞ്ഞോല. മഴക്കാരൊക്കെ ഉണ്ട്. പോയിക്കോ. വേണ്ട ഞാൻ മീനെല്ലാം എടുക്കട്ടെ. കറിക്കെടുത്ത് ലേശം മീൻ വെച്ചിട്ടുണ്ട്, അതെടുക്കട്ടെ. മീനുണ്ടാവും, എടുക്കട്ടെ. അപ്പോൾ അതൊക്കെ കറിൻ്റെ ലേലം എടുത്തിട്ട് ലേശം നത്തലും പൊടിയൊക്കെ കൂടി എടുത്ത് വെച്ചതാണ് കേട്ടോ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അച്ഛന് പിന്നെ നത്തലും മുള്ളനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഹെൽമെറ്റ് എടുത്തിട്ടില്ല അമ്മ. ഓക്കെ. അല്ല മഴയെല്ലാം വരുന്നതിന് പോയിക്കോട്ടെ. ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർക്കട്ടെ. ഈ ഓവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് തീർക്കാൻ പറ്റും നോക്കട്ടെ. മൊത്തം പ്രശ്നമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പോകുന്ന കേട്ടാ. കറുത്ത വെള്ളമാണ് ഇപ്പൊ. ബാ എന്നാ പിന്നെ പോയിക്കോ. ശരി ടാറ്റ. ആ ടാറ്റ. ഓക്കെ. അപ്പം അച്ഛനും അമ്മയും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും പഞ്ചായത്തിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്. പ്രതികരിക്കട്ടെ ഞങ്ങൾ പ്രതികരിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കട്ടെ. പോയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഇടാൻ പറ്റില്ല. ഞങ്ങൾക്കും ഞങ്ങളെ നാടൊന്ന് നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിക്കും ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടോ. കാരണം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പോൾ ഇത് ആ കാണുന്നത് എൻ്റെ വീടാണ്. അതിൻ്റെ ഇവിടെ നിന്ന് കുറച്ചിങ്ങോട്ടേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒരു വീട് ഞങ്ങളെ അടുത്തുള്ള വീടിൻ്റെ അവസ്ഥയാണിത്. കണ്ടോ, കയറ്റി പോലത്തെ വെള്ളമാണ് എല്ലാ വീടിൻ്റെ മുറ്റത്തിങ്ങനെ അടുക്കളയോളം നല്ലോണം. ഇപ്പം കുറച്ച് 2 ദിവസമായിട്ട് മഴ കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. മഴ കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ അവസ്ഥയാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം ഇത്രയും ഇത് ബുദ്ധിമുട്ട് ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ഇല്ല. പക്ഷേ ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇവിടെ. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇത് കണ്ട ഓരോ പറമ്പൊക്കെ അപ്പുറവും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ടുള്ള എല്ലാ വീടുകളിലും ശരിക്കും പറഞ്ഞാൽ ടോയ്ലറ്റിൽ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് ഞാനിത് എടുക്കുമ്പോൾ പറയുന്നുണ്ട് ബാത്റൂമിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമം തോന്നിപ്പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് ഇത് കണ്ടപ്പോൾ. ഇത് കണ്ട ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ് കേട്ടോ. ഓടണുണ്ടായി. പിള്ളേർക്കെല്ലാം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പിള്ളേരൊക്കെ ഉള്ളിടത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഭയങ്കര സ്മെല്ലാവുന്നോണ്ടേ കുഞ്ഞുമക്കളെ നമ്മൾ അകത്തിട്ട് പോറ്റിലാണ് കേട്ടോ. അതാ ഇവനെയൊക്കെ പൊട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണോ എൻ്റെ വീട്ടിൽ. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ് സംഭവം. അപ്പോൾ ഈ വീഡിയോയിൽ അത് കാണുന്നുണ്ട്, അധികൃതരെങ്ങനെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഓവൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ഇട്ടേക്കാണ്. ഇതാ കണ്ട ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദയനീയ അവസ്ഥ എന്തായാലും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോകാനൊരു മാർഗവും അതുപോലെ തന്നെ ഈ ഉപ്പ് വെള്ളത്തിനൊന്ന് തടയാനുള്ളൊരു മാർഗവുമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഈ നാടിന് വേണ്ട ഒരു ആവശ്യം. ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് വേണം. ഇപ്പം ഇവിടെ ഒരു സ്ലാവ് ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഇപ്പം സ്റ്റാർട്ടിങ് ഇങ്ങനെ ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. നല്ല സ്മെല്ലുമാണ് ആ വെള്ളം. ഇത്രയും കറുത്ത വെള്ളമൊന്നും വരത്തില്ല ഇപ്രാവശ്യം. ഭയങ്കരമായിട്ട് വെള്ളം ബ്ലോക്കായിട്ടുള്ള അവിടെ. അപ്പം എന്തായാലും ഇതിന് പഞ്ചായത്ത് ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഒന്ന് ഇതിനൊരു ഞങ്ങളുടെ എല്ലാവരുടെ കണ്ട് അങ്ങോട്ടുള്ള എല്ലാവരും ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ.